ഒരുപാട് കൊമ്പന്മാരുടെ വെല്ലുവിളികൾ ഏറ്റെടുത്തവരാണ്, അതിനൊക്കെ പകരം വീട്ടിയവരുമാണ്. പക്ഷേ ഇന്നലത്തെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അത് പകരം വീട്ടാൻ കുറച്ചൊന്ന് വേർക്കേണ്ടി വന്നു. ഒരു റൗണ്ട് ഓഫ് 32 ആണോ അതോ ഇതൊരു വേൾഡ് കപ്പ് ഫൈനൽ നടക്കുകയാണോ എന്ന് തോന്നിപ്പോയ നിമിഷം. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ ഫ്രാൻസുമായിട്ട് നടന്ന അതേ കളിയെ ഓർമ്മപ്പെടുത്തുന്ന പോലെ അർജന്റീന അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, അർജന്റീന അടിക്കുന്നു, തിരിച്ചടിക്കുന്നു. വെറും 5 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യം. ആ കുഞ്ഞൻ രാജ്യത്തിൽ ടീം അംഗങ്ങളെ സെലക്ട് ചെയ്തത് പോലും ഓൺലൈനിലൂടെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ കുഞ്ഞൻ രാജ്യം വിറപ്പിച്ചു വിട്ടത് ആരെയാണ്? കഴിഞ്ഞ വേൾഡ് കപ്പിലെ ലോക ജേതാക്കളെ, അതിനേക്കാൾ ഉപരി ഫുട്ബോളിൻ്റെ മിശിഹയെ, അതിനേക്കാൾ ഉപരി 3 വേൾഡ് കപ്പ് കയ്യിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു ടീമിനെ നമ്മളെ ട്രോളിയവരെ തിരിച്ച് ട്രോളാറുണ്ട്, നമ്മളെ കളിയാക്കിയവരെ തിരിച്ച് കളിയാക്കാറുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു കളി ജയിച്ചതിന് ശേഷം അവർക്ക് കൊടുത്ത അർജന്റീനയുടെ സപ്പോർട്ട്, അർജന്റീനൻ ടീം അംഗങ്ങളുടെ സപ്പോർട്ട് ഒന്നും വേണ്ട. അർജന്റീനയുടെ ഒഫീഷ്യൽ പേജിൽ പോലും തോറ്റുപോയ ഒരു ക്യാപ്റ്റന്, തൻ്റെ എതിരാളികളായ ഒരു ക്യാപ്റ്റൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരായിട്ടല്ല മടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വെറും തുടക്കക്കാരായെന്ന് കരുതി നിസാരക്കാരാക്കി നിങ്ങളെ മാറ്റാൻ കഴിയില്ല. നിങ്ങൾ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഇനി കറുത്ത കുതിരകളാവാൻ പോകുന്ന ടീമായി മാറും. നിങ്ങൾ ഇനി ചരിത്രം തിരുത്താൻ പോകുന്ന ടീമായിട്ട് മാറും. നിങ്ങളുടെ കഴിവ് ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. എന്തായാലും ബിഗ് സല്യൂട്ട്.